ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA BCom പേപ്പറിൻ്റെ BBA BCom കോഴ്സുകളുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 4th സെമസ്റ്റർ BCom BBAയിൽക്ക് ഉണ്ടാകുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമുക്ക് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നോക്കാം. ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് വൺ മീനിങ് ആണ്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ. Quantitative techniques are those techniques and operation research programming techniques which help in decision making process. QT എന്നാണ് ഇതിനെ ചുരുക്കമായിട്ട് നമ്മൾ പറയുന്നത്. ഈ QTയിൽ നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് ഓപ്പറേഷണൽ ടെക്നിക്സ്. ഓക്കെ, ഓപ്പറേഷണൽ ടെക്നിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും ചേർന്നതാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഹെൽപ്പ് ഇൻ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഒരു മാനേജീരിയൽ ഡെസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ദേ ആർ എസെൻഷ്യലി ഹെൽപ്ഫുൾ ഫോർ ബെറ്റർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇൻഡ്യൂഷൻസ് ടു സോൾവ് കോംപ്ലെക്സ് പ്രോബ്ലംസ്. ഇവിടെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള, അതായത് കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രോബ്ലംസുകൾ ഉണ്ടാവും, സൊല്യൂഷൻസ് കിട്ടാത്ത പ്രോബ്ലംസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ സൊല്യൂഷൻ എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബെറ്റർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇൻഡ്യൂഷൻ ടു സോൾവ് ദ കോംപ്ലെക്സ് പ്രോബ്ലം എക്സ്പെഷ്യലി റിലേറ്റഡ് വിത്ത് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ മാനേജ്മെൻറ്റും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലെക്സ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഹെൽപ്ഫുള്ളാണ്? QT ഹെൽപ്ഫുള്ളാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷണൽ റിസർച്ച് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ചേർന്നതാണ് എന്ത് QT എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ നോക്കുന്നത്. ഡെഫിനേഷൻ: Quantitative techniques may be defined as those techniques which provide decision makers with a systematic and powerful means of analysis and help based on the quantitative data. ഒരു ഓർഗനൈസേഷനിലെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ മേക്കേഴ്സിന് ആ ഓർഗനൈസേഷനിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണെന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഓപ്പറേഷണൽ ടെക്നിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഓക്കെ, ഈസ് എക്സ്പ്ലോറിങ് പോളിസീസ് ഫോർ അച്ചീവിങ് ദി പ്രീഡിറ്റർമൈൻഡ് ഗോൾ. നമ്മുടെ നമ്മുടെ ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് യൂസ് ചെയ്ത് നമുക്ക് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് QT. നെക്സ്റ്റ് വി ഗോ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് QT. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് QT, quantitative techniques. Basically there are 3 classifications: mathematical techniques, statistical techniques and പ്രോഗ്രാമിംഗ് ഓർ ഓപ്പറേഷണൽ ടെക്നിക്സ്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് എന്തിനുള്ളത്? QTക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണ്, നമ്മുടെ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ്. ഓക്കെ, മാത്സ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സെറ്റ് തിയറി, മാട്രിക്സ് അൽജിബ്ര, ഡിറ്റർമിനൻറ്റ്സ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. ഇത് ചിലവർ നമ്മളിതിൽ BNS അതായത് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസിലൊക്കെ നമ്മൾ ഇതിലുള്ള പല ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് പ്രോബബിലിറ്റിയും അതേപോലെ സെറ്റ് തിയറിയും ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഇത്രയുമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. Next we go to statistical techniques. Okay, statistical techniques are those techniques which are used in conducting the statistical enquiry concerning a certain phenomena. എന്തെങ്കിലും ഒരു ഫിനോമിന നടക്കുമ്പോൾ അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതായത് അതിനെക്കുറിച്ചുള്ള ഡാറ്റ കളക്ഷൻ, പിന്നെന്താണ് സാമ്പിൾ സർവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടതാണ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ. ആദ്യം നമ്മൾ എന്താണ്? ഒരു ഫിനോമിന നടന്നു കഴിഞ്ഞാൽ
ഓക്കെ, ഒരു ഫിനോമിനൻ നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. പിന്നെ ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അതേപോലെ അതിനെ ടാബുലേറ്റ് ചെയ്യുന്നു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ. പിന്നെ പ്രോഫിറ്റബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് അനാലിസിസ്, പ്രോബബിലിറ്റി തിയറിയും അതേപോലെ സാമ്പിളിംഗ് അനാലിസിസും. നെക്സ്റ്റ് ഇൻഡെക്സ് നമ്പേഴ്സ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, interpolation and extrapolation, survey techniques and methodologies, ratio analysis, statistical quality control, analysis of variance, that means ANOVA, statistical inference and interpretation, and theory of attributes. ഇത്രയുമാണ് എന്തിലുള്ളത്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടെക്നിക്സാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ഓരോ ചാപ്റ്ററുകളായിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ടൂൾസിന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ഓപ്പറേഷണൽ ടെക്നിക്സ് ആണ്. ഓപ്പറേഷണൽ ടെക്നിക്സിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് കൂടി പറയും. ഓക്കെ, പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. ഓപ്പറേഷണൽ റിസർച്ച് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കേഴ്സ് ബേസ്ഡ് ഓൺ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് സയൻറ്റിഫിക്കലി ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സയൻറ്റിഫിക്കലി സോൾവ് ചെയ്യും, ഈ അങ്ങനെ ഡിസിഷൻ മേക്കേഴ്സിനെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്സ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് അറൈവിങ് ഒപ്റ്റിമം സൊല്യൂഷൻ. കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനും അതേപോലെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻസ് അറൈവ് ചെയ്യിക്കാൻ, ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഓപ്പറേഷണൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്താണ്, സയൻറ്റിഫിക്കലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള it includes linear programming. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലംസ്, പിന്നെ ഡെസിഷൻ തിയറി, തിയറി ഓഫ് ഗെയിം തിയറി, സിമുലേഷൻ, അത് മോണ്ടി കാർലോ ടെക്നിക്സ് ആൻഡ് സിസ്റ്റം സിമുലേഷൻ. ഇത്രയും ഉണ്ട് എന്തിൽ, പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ. നെക്സ്റ്റ് കുറച്ചുണ്ട്, എന്താണ്, വെയ്റ്റ് ലീൻ തിയറി, ഇൻവെൻട്രി പ്ലാനിങ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഡക്റ്റ് മോഡൽസ്, നെറ്റ്വർക്ക് അനാലിസിസ്, ലിപ്പേർട്ട്. അത് പ്രോഗ്രാമിംഗ് ആണ്. നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, സെർച്ച് തിയറി, ഇൻഡിജർ പ്രോഗ്രാമിംഗ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, പാരാമെട്രിക് പ്രോഗ്രാമിംഗ് ആൻഡ് തിയറി ഓഫ് റീപ്ലേസ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇത്രയും പ്രോഗ്രാമിങ്സ് അല്ലെങ്കിൽ ഇത്രയും ടൂൾസ് എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഓപ്പറേഷണൽ ആൻഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്, ഈ ഒരു പേപ്പറിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ മീനിങ്ങും അതേപോലെ ഡെഫിനിഷനും നോക്കി. പിന്നെന്താണ്, ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 3 എണ്ണമായിട്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ആ ഓരോ ടെക്നിക്സിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ടൂൾസാണ് വരുന്നതെന്നാണ് പിന്നെ നമ്മൾ നോക്കിയത്. അത് നോക്കി. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് നോക്കി, അതേപോലെ ഓപ്പറേഷണൽ ടെക്നിക്സ് നോക്കി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി കേട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.